3 അത്യാവശ്യം വലിപ്പമുള്ള മാങ്ങയാണ് ഞാനിവിടെ അതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നല്ല കഴുകി വൃത്തിയാക്കി ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ മാങ്ങയൊക്കെ മുഴുവനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പ് പിന്നീട് ചേർക്കുന്നതല്ല. മിക്സ് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് റെസ്റ്റ് വെക്കണം. ഈ സമയം കൊണ്ട് തന്നെ ഉപ്പെല്ലാം മാങ്ങയിൽ പിടിച്ചിരിക്കും. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, കായപ്പൊടി 1/2 ടീസ്പൂൺ. ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി. കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കണം. മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുളക് പൊടി ചെറുതായിട്ട് കളർ മാറി വരുന്നുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യണം. മുളക് പൊടിയെല്ലാം മാങ്ങയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാനുണ്ട്. കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് കൊടുക്കാം. കടുക് നല്ലവണ്ണം പൊട്ടിയായിട്ട്. അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് എള്ളെണ്ണയാണ്. ഇനി ഇതിലേക്ക് 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് മാങ്ങയിലോട്ട് വെച്ച് കൊടുക്കാം. അത് മുഴുവനായിട്ട് ചൂടോട് കൂടി തന്നെ മാങ്ങയിലോട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. എല്ലാം കൂടി മിക്സ് ചെയ്യുന്നത് നമ്മുടെ സദ്യ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി അച്ചാറാണിത്. കേട് കൂടാതെ ഒരു 2 ആഴ്ചയോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. വേണമെങ്കിൽ വിനാഗിരി വെച്ച് കൊടുക്കാവുന്നതാണ്. സൂപ്പർ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.